അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 213 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب أم حسبتم أن تدخلوا മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ രണ്ടക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക കേട്ടോ. ഇൽഹാർ ഷഫവിയാണ് വരുന്നത്, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇൽഹാർ. അപ്പോൾ നമ്മളവിടെ അം ഹസിബത്തും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. അം ഹസിബത്തും അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബ കൊൽക്കൊല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹസിബ് ശരിക്ക് സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഹസിബ്തും അൻ തദ്ഖുലൂ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. അൻ തദ്ഖുലൂ എന്ന് അവിടെ ഓതിപ്പോവരുത്. അൻ തദ്ഖുലൂ. ദാല് കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഒന്നെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. വലമ്മാ യഅ്തികും മസൽ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. മീമിന് ശ്രദ്ധ വന്നു. അക്ഷ്മൽ ഒന്നനാണ് നന്നായിട്ട് മണിച്ചു കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. യഅ്തികും മസൽ. ഹംസ കൊൽക്കൊലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. യഅ്തികും ഓതരുത്. യഅ്തികും മസൽ അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. മസലുല്ലദീ എന്ന് പറഞ്ഞിട്ട് മണിച്ചു ഓതരുത്. മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും അതുപോലെ ഓതുക കേട്ടോ. ദാലിൻ്റെ സൗണ്ട് ദാലായി പോവാതെ നോക്കുക. യാമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഖാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻ ഖബ്ലിക്കും ഓതരുത്. മിൻ ഖബ്ലിക്കും അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. ഇനി അതല്ല അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതുകയാണെങ്കിൽ ഇവിടെ ഇദ്ഗാം ഷഫവി ആയിട്ട് മാറും. സുക്കൂനായ മീമിന് ശേഷം അടുത്ത മീം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ഗാം ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചേർത്തി ഓതുന്ന സമയത്ത് സീനിന് ശ്രദ്ധ വന്നു. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ത സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കണം കേട്ടോ. മസ്സത്ത് ഹുമുൽ നോതരുത്. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. മസ്സത്ത് ഹുമുൽ ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസയ്ക്കും ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ബഅ്സാഉ നോതരുത്, തെറ്റാണ്, ശ്രദ്ധിക്കുക. ബഅ്സാഉ വദ്ദറാ. സീനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ.
വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ. റാ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. സായുടെ സൗണ്ട് അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകുമല്ലോ, തേനീച്ചയുടെ മുളൽ പോലെയുള്ളൊരു സൗണ്ട്, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. വസുൽസിലു 2 സായയും ശ്രദ്ധിക്കുക കേട്ടോ. വസുൽസിലു ഹത്ത ലാമിൻ്റെ കൂടെ വാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ സൗണ്ട് വരുന്നത് വസത്തുൽ ഹൽക്കിൽ നിന്നാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും. സൗണ്ടിന് ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. താക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് സ്വഹീറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. യഖൂല റസൂൽ ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. വൗമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. യഖൂല റസൂലു വല്ലദീന ആമനൂ സീനിൻ്റെ കൂടെ വാവുമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷേ മണിക്കാതെ ഓതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിൻ്റെ സൗണ്ട് ദാലായി പോവാതെ നോക്കുക. മഹ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് കേട്ടോ. ദാലിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ വാവ് മദ് വന്നു, അവിടെയും 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. മഅഹു മതാ അയിനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. മഅഹു നോദിപ്പോവരുത്. മഅഹു മതാ നസ്റുല്ലാഹ് കൂടെ അലിഫ് സ്വഹീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. നസ്റുല്ലാഹ് സ്വാദ് ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നസ്റുല്ലാഹ് നോതരുത്. നസ്റുല്ലാഹ് റ വമ്മയായതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് വമ്മ വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. മദ്ദ നസ്റുല്ലാഹ് ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ്ദ ആദ്യ സുക്കൂനായിട്ട് മാറും. ഹാക്ക് നമ്മൾ സുക്കൂന് കൊടുക്കുമല്ലോ, അപ്പോൾ ആദ്യ സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൗണ്ട് ഇത് നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഇന്ന നസ്റല്ലാഹ് സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. റോ ഫതഹയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അവസാന ഖാഫ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അല്ല, ഖാഫ് ഇസ്തിഅലാൻ്റെ മാത്രം ലെറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് മാത്രം ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാം. റ കെസ്റയാണ് വന്നിട്ടുള്ളത്. രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക. യാമദ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മദാല് സുക്കൂനായിട്ട് മാറുമല്ലോ, അപ്പോൾ ആ മദ്ദിനെ നമുക്ക് 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.